സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിവ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ പാലാഴി മഥനം നടന്നു. മഹാലക്ഷ്മിയുടെ ആവിർഭാവത്തെ വിസ്തരിച്ച് ഒന്ന് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു. വണ്ടുകൾ പാറിപ്പറക്കുന്നതായിട്ടുള്ള മാലകൾ, ആ മാല കണ്ടിട്ട് വണ്ടുകൾ വന്നു. അത് ആരിൽ നിക്ഷേപിക്കണം? എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഭഗവാനിൽ തന്നെ മാല നിക്ഷേപിച്ചു കഴുത്തിൽ. എല്ലാവർക്കും ഓരോ ഗുണങ്ങളും ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ചില ദോഷമുണ്ട്. അവിമുക്ത ദോഷലേശാൻ. ഒട്ടും ദോഷമില്ലാണ്ട് ആരെങ്കിലും ഉണ്ടോ? ഒറ്റ ആളേ ഉള്ളൂ, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. അതന്നെ വേണം തനിക്ക് എന്നങ്ങനെ പറഞ്ഞ് പുരസാ തരസാ മമാനിതൈനാം ആറത്ത് തന്നെ ആലിംഗനം ചെയ്ത ഭഗവാൻ മഹാലക്ഷ്മിക്ക് സ്ഥാനം കൊടുത്തു. നമോസ്തു വിഷ്ണു ഒരു രസിസ്ഥിതായേ. കനക ധാരാക്ഷോത്രത്തിൽ ശങ്കരാചാര്യ നമോസ്തു വിഷ്ണു ഒരു രസിസ്ഥിതായേ. വിഷ്ണുവിൻ്റെ മാറത്ത് ഉരസ് തിദിക്കുന്ന മഹാലക്ഷ്മിക്ക് നമസ്കാരം. ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്തസന്തോഹം എന്ന ആദ്യത്തെ ദശകത്തിൽ വട്ടേരിപ്പാടും. ലക്ഷ്മിയുടെ ലീലാവിളയാട്ടത്തിൻ്റെ ആ നിശങ്കമായിട്ടുള്ള ലീലാവിളയാട്ടത്തിൻ്റെ സ്ഥാനമാണ് ഗുരുവായൂരപ്പ, അങ്ങയുടെ മാറിടം. ലക്ഷ്മിക്കല്ലാണ്ട് വേറെ ആർക്കാ അവിടെ വിഹരിക്കാനുള്ള സൗകര്യമോ സ്വാതന്ത്ര്യമോ ഉള്ളത്? ലക്ഷ്മി നിശങ്കം ശങ്ക കൂടാതെയുള്ള വിളയാട്ട സ്ഥാനമായിട്ട് ഭഗവാന്റെ മാറിടം ഭവിക്കുകയും ചെയ്തു. ഇനി അതിനുശേഷവും അതിമോഹന വിഭ്രമാതദാനിം മദയന്തീ ഖലു വാരുണീ നിരാഗാർ തമസപദവീമദർത്ഥമേനാം അതിസമ്മാനനയാ മഹാ അസുരേഭ്യ. മോഹനം എല്ലാവരെയും മോഹിപ്പിക്കുന്ന സ്വരൂപത്തോട് കൂടിയിട്ട് അതിനുശേഷം ലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി വന്നു എന്നാണ്. ആദ്യ അനിയത്തി വന്നു. എനിക്ക് തിരിച്ചാ വേണ്ടതല്ലേ, ജ്യേഷ്ഠത്തിയല്ലേ ആദ്യം വരേണ്ടത്, നമ്മുടെ നേരെ തിരിച്ചാ. അനിയത്തിയുടെ പിന്നാലെ ആര് പുറപ്പെട്ടു? ചേട്ടാ ഭഗവതി. അതാണല്ലോ നമ്മൾ ജ്യേഷ്ഠാ ഭഗവതി. മദയന്തി, അഹങ്കാരവും എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കണത് ആരാ? ചേട്ട ബാധിച്ചു എന്നാണ് നമ്മൾ പറയുക. എന്ത് ചേട്ടയിന് അവളെ ബാധിച്ചിരിക്കുന്നത് നിശ്ചയില്ല കേട്ടോ. ഇപ്പം എടുത്താൽ പറയണത് മുഴുവൻ അബദ്ധ എന്ന് പറയും. അതാണ് ചേട്ട. മദയന്തി, അഹങ്കാരം ഉണ്ടാക്കുന്നവൾ, മോഹിപ്പിക്കുന്നവൾ. കയ്യിലോ വാരുണി, മദ്യക്കുടം ആയിട്ടാണ് അവളുടെ വരവ്. കുറച്ച് സേവിച്ചാൽ പിന്നെ ഇന്നത് പറയാന്നുമില്ല, ഇന്നത് പ്രവർത്തിക്കാന്നുമില്ല. ഉണ്ടോ? ചിലക്കാണച്ചാൽ അത് കൂടാതെ കഴിയൂല. ഒന്ന് ഉറങ്ങണച്ചാൽ തിരി കുപ്പി പൊട്ടിക്കണം. എന്തെങ്കിലും പണിയെടുക്കണച്ചാൽ രാവിലെ ലേശം ചെല്ലണം. 3 നേരം സേവിക്കണവരുണ്ട്. ഈശ്വര സേവയില്ല കേട്ടോ, നമ്മുടെ ഈശ്വരനെ സേവിക്കില്ലേ 3 നേരം. ഈ സേവ അതാണ് വാരുണി, മദ്യദേവത. ഒരു മദ്യക്കുടം കയ്യിൽ പിടിച്ചിട്ട് പാലാഴിയിൽ നിന്ന് അതും പൊന്തി വന്നു. നിരാഗാത് തമസപദവീമദാർത്ഥമേനാം, അജ്ഞാനത്തിൻ്റെ ഹേതുഭൂതയായ അവളെ, ആ മദ്യക്കുടം ആ അസുരന്മാർക്ക് ദേവന്മാരോട് നിങ്ങൾക്കാ പറ്റുക. അതിസമ്മാനനയാ മഹാസുരേഭ്യ, ആസുരേഭ്യ, ആസുരന്മാർക്കായിക്കൊണ്ട് ദാ നിങ്ങൾക്ക് പറ്റിയൊരു സമ്മാനമുണ്ട്, പിടിച്ചോളുക എന്നും പറഞ്ഞ് ഈ മദ്യക്കുടം അതുകൊണ്ട് അവർ നശിച്ചോളെന്ന് ഭഗവാൻ അറിയാം. അത് അവർക്കാ കൊടുത്ത്. അതിൽ ദേവന്മാരൊന്നും തർക്കിക്കാൻ പോയില്ല. അവർക്ക് തന്നെ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് വേണ്ട ഈശ്വര ഈ സാധനം എന്നും പറഞ്ഞ് അതിസമ്മാനനയാ, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അസുരന്മാർക്ക് ഇതാ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു സാധനം എന്നും പറഞ്ഞ് ആ മദ്യക്കുടം അസുരന്മാർക്കായി കൊണ്ട് സമ്മാനിച്ചു. അതിമോഹന വിഭ്രമാതദാനിം മദയന്തീ ഖലു വാരുണീ നിരാഗാർ. വാരുണി മദ്യദേവത. തമസപദവീമദാർത്വമേനാമതിസമ്മാനനയാ മഹാ അസുരേഭ്യ. സുരേഭ്യല്ല, അസുരേഭ്യ. അതിനുശേഷമാണ് ധന്വന്തരി മൂർത്തി അമൃതക്കുടം കൊണ്ട് എന്തിനാണോ പാലാഴി കടഞ്ഞത് അത് സാധിപ്പിച്ചുകൊണ്ട് പൊന്തി വന്നത്. തരുണാംബുധ സുന്ദരത്തദാത്വം അനുധന്വന്തരിരുത്തിതംബുരാശേ അമൃതങ്കലശേ വഹൻകരാഭ്യാം അഖിലാർത്തിംഹര മാരുതാലയേശ.
ഏതൊരു ദേവനെയാണോ സകല രോഗങ്ങൾക്കും ഇല്ലാണ്ടാവാൻ നമ്മൾ ഭജിക്കുന്നത്. ധന്വന്തരി ക്ഷേത്രമുണ്ട്, നെല്ലുവായിലും മറ്റു പല സ്ഥലങ്ങളിലുണ്ട് ധന്വന്തരി ക്ഷേത്രം. കോട്ടയ്ക്കലുണ്ട്, കോമഡിയുണ്ട്, കോയമ്പത്തൂരുണ്ട്, ഒക്കെ ആയുർവേദമാണ്. അവർ കോയമ്പത്തൂർ ഫാർമസി എന്ന് പറഞ്ഞാൽ മറ്റേ കോട്ടയ്ക്കലും അതെ. അപ്പോൾ അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ആ ധന്വന്തരി മൂർത്തി നമ്മൾ പ്രാർത്ഥിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ശംഖം ചക്രം ജളുകാം ദർദമൃത കടഞ്ചാഭിദുർഭിച്ചുർഭിസുമസ്യാധികൃത്യൻ ശുഖപരിവിലസൻ മൗലിമംബോജനേത്രം കാളാംബോജ്വലാമങ്കടിതടവിലസച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിത്തം തീലഗതവന പ്രൗഢതാവാഗ്നിലീലം. ധന്വന്തരിയുടെ ഒരു ധ്യാന ശ്ലോകമാണ്. ശംഖം ചക്രം, മുകളിൽ 2 കൈയിൽ, ഒന്നിൽ ശംഖം ഒന്നിൽ ചക്രം. ശംഖം ചക്രം. ജളുകാം, താഴത്ത് താമരയും ഗതിയല്ല. ഒരു കയ്യിൽ അട്ട. പണ്ട് ഈ ആയുർവേദ വൈദ്യന്മാരുടെ വീട്ടിൽ അട്ടയെ വളർത്തുന്നതിനാ ദുഷിച്ച രക്തം ശരീരത്തിൽ നിന്ന് മാറ്റാൻ. വേദന ഇല്ലാണ്ട് കടിച്ച് രക്തം ഊറ്റാൻ അട്ടയ്ക്ക് കഴിവുണ്ട്. വേദന ഉണ്ടാവില്ല. നിങ്ങളുടെ ഏലൊക്കെ അതാ ചോര എന്ന് പറയുമ്പോഴാണ് അട്ടയെ അവർ കാണുള്ളൂ. അതിൻ്റെ വിജയം എന്നാലേ കുടിക്കാൻ പറ്റൂ. അപ്പോൾ ഈ അട്ടയെ വളർത്തിയിട്ട് ആയുർവേദ വൈദ്യന്മാർ ഈ ദുഷിച്ച രക്തത്തിനെ കടിപ്പിച്ച് മാറ്റാറുണ്ട്. അപ്പോൾ ഈ ആയുർവേദ ചികിത്സയുടെ ഒരു ഒരു സിമ്പിൾ എന്ന് പറയാം, ചിഹ്നം, അതാണ് അട്ട. ജളുകാം, ഒരു കയ്യിൽ അട്ട, മറ്റേ കയ്യിൽ സ്വർണ്ണക്കുടത്തിൽ അമൃതം, സ്വർണത്തിൻ്റെ കുംഭത്തിൽ അമൃതക്കുടം. ശംഖം ചക്രം ജളുകാം ദർദ അമൃതഘടം, അമൃതക്കുടം. ചാപിതോർബി ചതുർബി, അങ്ങനെയുള്ള 4 കൈകളോട് കൂടിയിട്ട് ചാപിതോർബി ചതുർബി ശുഖപരിവിലസൻ മൗലിമംബോജനേത്രം, നീലമേഘശ്യാമള സ്വരൂപത്തോട് കൂടിയിട്ട് മനോഹരമായിട്ടുള്ള വിഷ്ണു സ്വരൂപി വിഷ്ണു തന്നെയാണ്. അത് പ്രൗഢതാവാഗ്നിലീലം, എല്ലാ രോഗങ്ങളാകുന്ന കാട്, അതൊരു കാടായിട്ട് ഉപമിക്കുകയാണെങ്കിൽ, രോഗങ്ങളെ ഒരു കാടായിട്ട് ഉപമിക്കുകയാണെങ്കിൽ അതിന് കാട്ടുതീയാണ് ആര്? ധന്വന്തരി മൂർത്തി. സർവ്വരോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രൗഢദാവാഗ്നി, ദാവാഗ്നി കാട്ടുതീ. അതാണ് അമൃതം അല്ലേ. അമൃതം കലശേ വഹൻകരഭ്യാമഖിലാർത്തിങ്കര മാരുതാശ ശംഖം ചക്രം ജളുകാം ദർദ അമൃതകടം ചാപിതോർബി ചതുർബി സൂക്ഷ്മസ്വജാതികിത്യൻ ചുഗവരി വിലസൻ മൗലി മംബോജ നേത്രം. താമരപ്പൂവിൻ്റെ ഇതൾ പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ, കാളാംബോജല നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി കടിതട വിലത ചാരു പീതാംബരാഢ്യ മഞ്ഞപ്പട്ടുടുത്തതായ ധന്വന്തരി മൂർത്തിയെ, രോഗങ്ങളാകുന്ന കാടിന് കാട്ടുതീയായിരിക്കുന്ന ധന്വന്തരി മൂർത്തിയെ ഭജിക്കുന്നു എന്നാണ് ധ്യാന ശ്ലോകം. ധന്വന്തരിയുടെ മന്ത്രം ഉണ്ടാവും. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സകലാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ സ്വാഹ. ഏതെങ്കിലുമൊക്കെ ഹോമം നടത്തുമ്പോൾ സ്വാഹ എന്ന് പറയാം, ചെല്ലുമ്പോൾ നമ എന്ന് പറഞ്ഞാൽ മതി. കാരണം സ്വാഹ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ കൊടുക്കണം. ഇപ്പം സാധാരണ ചെല്ലുമ്പോൾ അമൃത കലശ നമ്മൾ പറയാം നമ എന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സകലാമയ വിനാശനായ ത്രൈലോക്യനാഥ ശ്രീ മഹാവിഷ്ണവേ നമ. ചെല്ല ഹോമം നടത്തുമ്പോൾ സ്വാഹ ഉപയോഗിക്കാം. മഹാവിഷ്ണവേ നമ സ്വാഹ എന്ന് ചേർക്കാം. 2 നിലയ്ക്കും. ബാക്കിയൊക്കെ ഒന്ന് തന്നെ മന്ത്രം. അപ്പോൾ ഇത് ഏറ്റവും വലിയ മന്ത്രമാണല്ലേ, വലിയ നിങ്ങളുള്ള മന്ത്രമാണ്. ശരീരത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലേ. രാവിലെ എണീക്കലും വ്യായാമവും ഭക്ഷണത്തിലുള്ള ചിട്ടയും കുറേ കാര്യങ്ങൾ മുടക്കാം, ഇതൊക്കെ കൃത്യമായി കൊണ്ട് നടത്തണം. ഷുഗറും പ്രഷറൊന്നും ഇല്ലാണ്ട് ഈ ശരീരത്തെ പാലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യം. എളുപ്പമല്ല ആണോ? ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാലേ ഒരു രോഗമില്ലാണ്ട് ആരെങ്കിലും ഇവിടെ മരിക്കലുണ്ടോ? വളരെ കുറച്ച് ഭാഗ്യവാന്മാരുണ്ടാവും അല്ലേ. അല്ലാത്തവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പുഴകളുണ്ടാവും. അപ്പോൾ അതാണ് വലിയ മന്ത്രം. ആ ധന്വന്തരമൂർത്തി തരുണാംബുധ സുന്ദരസ്തദാത്തം, വളരെ താരുണ്യത്തോടു കൂടിയിട്ട് സുന്ദര സ്വരൂപത്തോടു കൂടി പുഞ്ചിരിയോട് കൂടിയിട്ട് ധന്വന്തരിരുത്തിതോ അമ്പുരാശേ, പാലാഴിയിൽ നിന്ന് വെള്ളം, പാലാണ് അവിടെ വെള്ളം എന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. അമ്പുരാശി വെള്ളത്തിൽ നിന്ന് ധന്വന്തരി മൂർത്തി ഉത്തിത ഉയർന്നു വന്നു എന്ന് പറയണം. അമൃതങ്കലശേവഹൻ, ഒരു കയ്യിൽ അമൃതക്കുടമായിട്ട് അമൃതങ്കലശേവഹൻ കരഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേഷ, എല്ലാ രോഗങ്ങളും മാറ്റുന്നതായിട്ടുള്ള ധന്വന്തരമൂർത്തേ, എൻ്റെ വാതരോഗം കൂടി ഒന്ന് മാറ്റി തന്നൂടെ. അവിടത്തേക്ക് വിചാരിച്ചാൽ അതിനെന്ത് വിഷമമുള്ളത്.
ഒരാളുടെ രോഗം മാറ്റാൻ ഭഗവാൻ വല്ല വിഷമമുണ്ടോ? എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവി ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിമോഹന വിഭ്രമാതദാനിം മദയന്തീ ഖലു ആരുണീ നിരാഗാത് തമസപദവീമദാർത്ഥമേന. തമോ ഗുണം ഉറക്കവും അജ്ഞാനത്തിൻ്റെ സംഭവമാണ് ഈ മദ്യം. അതിസമ്മാനനയ മഹാ അസുരേഭ്യ, സുരേഭ്യല്ല അസുരേഭ്യ തരുണാംബുധസുന്ദരത്തതാത്വം തന്നന്തരിരുത്തിതോമ്പുരാശേ. വെള്ളത്തിൻ്റെ ആ ജലരാശിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് സർവേശ്വരനായിരിക്കുന്ന തന്നന്തരി ഉയർന്നു വന്നു. അമൃതങ്കലശേ വഹൻകരഭ്യാം, അമൃതകുംഭം കയ്യിൽ ധരിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ഗുരുവായൂരപ്പ, എല്ലാവരുടെ രോഗവും മാറ്റാൻ കഴിവുള്ള അങ്ങ് എൻ്റെ രോഗം കൂടി മാറ്റി രക്ഷിക്കണേ. അഖിലാർത്തിംഹര മാരുതാലയേശ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.